ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 145 ആദ്യ വചനങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: എൻ്റെ രാജാവും ദൈവവുമായ അങ്ങയെ ഞാൻ പുകഴ്ത്തും, ഞാൻ അങ്ങയുടെ പ്രവൃത്തികളെ എന്നേക്കും വാഴ്ത്തും. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പ്രഭാഷക വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: മനം തുറന്ന് കർത്താവിനെ വാഴ്ത്തുക. ഈ നിമിഷങ്ങളിൽ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. മനം തുറന്ന്, ഹൃദയം തുറന്ന്, സന്തോഷത്തോടെ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകൾ നമ്മുടെ കൂട്ടായ്മയിൽ സംഭവിക്കും. നമുക്കിപ്പോൾ കർത്താവിനെ ആരാധിക്കുവാനായിട്ട് ഒരുങ്ങാം. അവിടുത്തെ വിസ്മയ പ്രവൃത്തികൾ ഓർത്ത് അവിടത്തേക്ക് സ്തുതി പാടുവാനായിട്ട് ഒരുങ്ങാം. ഈ നിമിഷങ്ങളിൽ നമ്മെ ഇതിനെ സഹായിക്കുന്നത് ഷാലോമിൻ്റെ അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ ശുശ്രൂഷ ചെയ്യുന്ന ജിനോബി ജോസാണ്. നമുക്ക് സഹോദരനോട് ചേർന്ന് കർത്താവിനെ ഹൃദയം തുറന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. 37 സങ്കീർത്തനം 4 തിരുവചനം: കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരിയേറെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പ്രാർത്ഥനകളും ഒക്കെയുണ്ട്. ഓർക്കുക, ദൈവാനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ, നമ്മുടെയൊക്കെ ജീവിതം അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ നാം ദൈവത്തിൽ ആനന്ദിക്കുന്ന വ്യക്തികളായി തീരണം. എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തികളായി തീരണം. ദൈവസന്നിധിയിൽ ഈ മണിക്കൂറിൽ നാം ആയിരിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതം ഒത്തിരിയേറെ കഷ്ടതകളിലൂടെയും രോഗങ്ങളിലൂടെയും വേദനകളിലൂടെയും ഒക്കെ കടന്നു പോകുന്നുണ്ടാവാം. ഒത്തിരിയേറെ കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവാം. പ്രിയ ദൈവജനമേ, ഓർക്കുക, ഈ രോഗങ്ങൾക്ക് നടുവിലും ഈ വേദനകൾക്ക് നടുവിലും ഈ കണ്ണുനീരിൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് നീ നിന്റെ ദൈവത്തെ ആനന്ദിക്കുവാൻ സാധിക്കണം. നിന്റെ ദൈവത്തിൽ ആനന്ദിക്കുവാൻ നിനക്ക് സാധിക്കണം. എന്നാൽ ഇന്ന് അനേകം ദൈവമക്കൾക്ക് ഒന്നിലും ആനന്ദം കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല, ഒന്നിലും ഒരു സന്തോഷം കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല, ദൈവത്തിൽ ആനന്ദിക്കുവാൻ സാധിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഗലാത്തി ലേഖനം 5 അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ ഇപ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കും: ആനന്ദം എന്നത് പരിശുദ്ധാത്മാവിൻ്റെ വിലയേറിയ ഫലങ്ങളിൽ ഒന്നാണ്. ആനന്ദിക്കുക എന്നത് പരിശുദ്ധാത്മാവിൻ്റെ വിലയേറിയ ഫലങ്ങളിൽ ഒന്നാണ്. അതിനാൽ ഈ ആത്മാവിൻ്റെ സാന്നിധ്യത്തിലായിരിക്കുക, പരിശുദ്ധാത്മാവിനോട് ചേർന്നായിരിക്കുക. നിന്റെ ജീവിതവും അനുഗ്രഹപൂർണമാകും. എപ്പോഴും ദൈവ സാന്നിധ്യം അനുഭവിക്കുക. അവിടെ നിന്റെ ജീവിതവും ഒരു അനുഗ്രഹമായി തീരും. അതേ പ്രിയപ്പെട്ടവരെ, ഈ നല്ല ദൈവത്തെ എല്ലാം മറന്ന് നമുക്ക് ആരാധിക്കുവാൻ സാധിക്കണം. നമ്മുടെ രോഗങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട്, ദുഃഖങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട്, നിരാശയിലായിരിക്കുമ്പോഴും എല്ലാം മറന്ന് ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ നിമിഷങ്ങളിൽ ദൈവത്തെ ആരാധിക്കുവാനായി നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാം മറന്ന് അവിടുത്തെ ആരാധിക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് ചേർത്ത് വെക്കാം. ഈ രാത്രിയിൽ ദൈവം നിന്നെ തേടി വരികയാണ്. നിന്റെ രോഗങ്ങളിലേക്ക് അവൻ കടന്നു വരുന്നു, നിന്റെ വേദനകളിലേക്ക് അവൻ കടന്നു വരുന്നു. നിന്നെ സുഖപ്പെടുത്തുവാൻ, നിന്നെ ഒന്ന് അനുഗ്രഹിക്കുവാൻ ഇതാ ദൈവം നിന്റെ സന്നിധിയിലായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതം ദൈവത്തിനായി നീ വച്ചു കൊടുക്കുക. നിന്റെ ജീവിതത്തെ ദൈവത്തിനായി സമർപ്പിക്കുക. നീ ഓർക്കുക, ഒരു സത്യം നീ തിരിച്ചറിയേണ്ടതുണ്ട്: നിന്റെ ദൈവം വലിയവനായ ദൈവമാണ്.
നിന്റെ ദൈവം വലിയവനായ ദൈവമാണ്. ആ ദൈവത്തെ നീ ചെറുതായി കാണരുത്. ആ ദൈവത്തെ നീ ചെറുതായി കാണരുത്. നിന്നെ സുഖപ്പെടുത്തുവാൻ, നിന്നെ അനുഗ്രഹിക്കുവാൻ, നിന്നെ സൃഷ്ടിച്ച് നിന്നെ പരിപാലിക്കുന്ന സർവശക്തനായ ദൈവത്തിന് സാധിക്കും. ഇരുകരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്താം. ആ നല്ലവനായ ദൈവത്തെ ഒന്ന് ആരാധിക്കാം നമുക്ക്. ഒരുപക്ഷെ നീ രോഗിയായിരിക്കാം, നിന്റെ ഹൃദയം ഒത്തിരിയേറെ നിരാശ കൊണ്ട് നിറഞ്ഞതായിരിക്കാം, ദുഃഖത്തിന്റെ അനുഭവങ്ങളിലൂടെ നീ കടന്നു പോകുന്നുണ്ടാവാം, നിന്റെ കുടുംബജീവിതം തകർന്ന അവസ്ഥയിലായിരിക്കാം. എല്ലാം ദൈവകരങ്ങളിലേക്ക് ഉയർത്തുക. ഈ രാത്രിയിൽ ഇതാ ദൈവം നിന്നെ തേടി വന്നിരിക്കുന്നു. അവൻ നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവമാണ്. എല്ലാം മറന്ന് അവനെ ഒന്ന് ആരാധിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. ദൈവമേ, ആരാധന, ആരാധന. മഹത്വപ്പെടുത്തുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്ന ദൈവമേ. നിലവിളിച്ചു പ്രാർത്ഥിക്കുക, വേദനകൾ കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല 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 ഹല. യേശുവേ, യേശുവേ, യേശുവേ. എല്ലാം മറന്ന് സർവശക്തനായ ദൈവത്തെ ആനന്ദത്തോടെ നമുക്ക് പാടി ആരാധിക്കാം. ഗായകരോട് ചേർന്ന് കരങ്ങൾ അടിച്ച് സന്തോഷത്തോടെ ഈ നിമിഷങ്ങളിൽ നമുക്ക് അവിടുത്തെ പാടി ആരാധിക്കാം. കരങ്ങളടിക്കാം. ആനന്ദമുണ്ട്, സന്തോഷത്തോടെ എനിക്ക് ആത്മാവിൽ ആനന്ദമുണ്ട്. ആനന്ദമുണ്ട്, ആനന്ദമുണ്ട്, എനിക്ക് യേശുവിൽ ആനന്ദമുണ്ട്. കഷ്ടതയിൽ ദൈവം നിനക്ക് കരുതലായുണ്ട്. നിന്റെ രോഗങ്ങളിൽ നിന്റെ ദൈവം നിനക്ക് കൂട്ടിനായുണ്ട്. നീ മറ്റാരിലും പ്രത്യാശ വയ്ക്കരുത്. നിന്റെ ദൈവത്തിൽ നീ പ്രത്യാശ വയ്ക്കുക. അവൻ നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവമാണ്. അവൻ നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. സന്തോഷത്തോടെ കരങ്ങളടിച്ച് സർവശക്തിയോടെ നമുക്ക് അവനെ ആരാധിക്കാം. കഷ്ടതയിൽ ദൈവ കരുതലുണ്ട്, യേശുനാമത്തിൽ പ്രത്യാശയുണ്ട്. രോഗങ്ങൾ വന്നാലും ദേശങ്ങൾ വന്നാലും യേശുവിൻ രക്തത്താൽ സൗഖ്യമുണ്ട്. ഹല്ലേലൂയ, പാടിടും ഞാൻ. ഹല്ലേലൂയ, 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 പാടിടും ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആനന്ദമുണ്ട്, ആനന്ദമുണ്ട്, എനിക്ക് ആത്മാവിൽ ആനന്ദമുണ്ട്. ആനന്ദമുണ്ട്, ആനന്ദമുണ്ട്, എനിക്ക് യേശുവിൽ ആനന്ദമുണ്ട്. ഹല്ലേലൂയ, പാടിടും ഞാൻ. ഹല്ലേലൂയ, 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 പാടിടും ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ പ്രാർത്ഥിക്കുമ്പോൾ ഇതാ ഞാനെന്നും സുഖമരുളുന്ന നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. നിന്റെ വിലാപങ്ങളെ ആനന്ദ നൃത്തമാക്കി മാറ്റുവാൻ നിന്റെ ദൈവത്തിന് സാധിക്കും. നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ഹൃദയം ആനന്ദം കൊണ്ട് നിറയും.
സ്തുതിയുടെ ഒരു ജീവിതം നയിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ കൂടെയുണ്ടാവും, നിന്റെ കുടുംബത്തിലുണ്ടാവും. അതേ പ്രിയപ്പെട്ടവരെ, അവനെ ഒന്ന് ചേർന്ന് ആരാധിക്കാം നമുക്ക്. വചനം നൽകുന്ന ശക്തിയുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ ആത്മനിറവുണ്ട്. യേശുനാഥനെ ആരാധിക്കുമ്പോൾ അവൻ എനിക്കായി നൽകുന്ന വിടുതലുണ്ട്. ആനന്ദമുണ്ട്, എനിക്ക് ആത്മാവിൽ ആനന്ദമുണ്ട്. ആനന്ദമുണ്ട്, എനിക്ക് യേശുവിൽ ആനന്ദമുണ്ട്. പരസ്പരം നോക്കിക്കൊണ്ട് പാടാം. ആനന്ദമുണ്ട്, എനിക്ക് ആത്മാവിൽ ആനന്ദമുണ്ട്. ആനന്ദമുണ്ട്, എനിക്ക് യേശുവിൽ ആനന്ദമുണ്ട്. ഒരിക്കൽ കൂടി നമുക്ക് ആരാധിക്കാം. നിലവിളിച്ച് പ്രാർത്ഥിക്കുക. അനുഭവങ്ങളെ കൊടുത്തുകൊണ്ട്, രോഗങ്ങളെ അവന് കൊടുത്തുകൊണ്ട്, വേദനകളെ അവന് കൊടുത്തുകൊണ്ട്, കുടുംബത്തെ അവന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ നന്ദി. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.